നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ എത്രയോ നല്ല കുട്ടികൾ പിന്നീട് ജീവിതത്തിൽ അവർ പിഴച്ചു പോയത് അവരുടെ കൂട്ടുകെട്ടുകൾ അവരെ ലഹരിയിലേക്ക് അറിയാതെ വലിച്ചു കൊണ്ടുവന്നപ്പോഴാണ്. ഞാൻ ആൺകുട്ടിയോട് ഇത് ഗൗരവത്തിൽ പറയാൻ, അറിയാതെ വലിച്ചു കൊണ്ടുവന്നപ്പോഴാണ്. 10ാം ക്ലാസ്സിലെ നല്ല മാർക്കോടുകൂടി ഫുൾ A+ഓടുകൂടി വിജയിച്ച ഒരു കുട്ടി +2 ഫുൾ A+ഓടുകൂടി വിജയിച്ച് നാടിന്റെ ആദരവും നാടിന്റെ അംഗീകാരവും വ്യത്യസ്ത മതവിഭാഗക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ക്ലബിന്റെയും സമ്മാനങ്ങളും ഇതുപോലെ ഏറ്റുവാങ്ങി മന്ത്രിമാർ വരെ സമ്മാനം കൊടുത്തൊരു കുട്ടി കേരളത്തിന് പുറത്താണ്. അവൻ വിദേശ തുടർ പഠനത്തിന് വേണ്ടി കേരളത്തിന് പുറത്ത് ഏറ്റവും മികച്ച ക്യാമ്പസിലാണ് പഠിച്ചത്. 6-7 മാസങ്ങൾക്ക് ശേഷം അവിടെ നിന്നൊരു കോള് വന്നു. ആ കോള് രക്ഷിതാക്കളോട് ക്യാമ്പസിലേക്ക് വരാനാണ്. ആ രക്ഷിതാക്കൾക്ക് സന്തോഷമായി. കാരണം ഇത്രയും കാലം അവന്റെ വിഷയത്തിൽ ക്യാമ്പസിൽ നിന്ന് ഫോൺ വരുന്നത് എന്തെങ്കിലും ഒരു മത്സരത്തിൽ അവന് സമ്മാനം കിട്ടി, ആ ആദരവ് രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് നടത്തുമ്പം അതിന് സാക്ഷിയാകാനാണ്. മാറ്റിയൊരുങ്ങി പുതിയ വസ്ത്രം വാങ്ങി ട്രെയിനിൽ നിന്ന് നാട്ടിൽ നിന്നും മകന്റെ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റിന് സാക്ഷിയാകാൻ വേണ്ടി കൺകുളിർമയോടെ രക്ഷിതാക്കൾ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? സ്റ്റാഫ് റൂമിൽ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നടുവിലുണ്ട് കയ്യിൽ ചെറിയ 4-5 പൊതികളുമായിട്ട് കുറ്റവാളിയായി സ്റ്റാഫ് റൂമിൽ നിൽക്കുന്ന 10ാം ക്ലാസ്സിലും +2 മുഴുവൻ A+ വാങ്ങിയ ഇന്റലിജന്റ് ആയ കുട്ടി. രക്ഷിതാക്കൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അധ്യാപകരെ കൊണ്ടുപോയിട്ട് സാവധാനം ഇരുത്തിയിട്ട് പറഞ്ഞു, ബേജാറാകരുത്, അവന് കൂട്ടുകെട്ടിൽ കൂടി ചെറിയ ഹാൻസുമ തുടങ്ങിയതാണ്, പാൻപരാഗമ തുടങ്ങിയതാണ്. ഹാൻസും മധുവുമായി സ്റ്റിക്കറായി കൂളായി ഇന്ന് MDMA അവൻ ഉപയോഗിച്ച് ഇപ്പോൾ കൂട്ടുകാർക്ക് അവന്റെ റൂമിൽ നിന്ന് വിതരണം നടത്തിയതിന്റെ ഭാഗമായിട്ട് പിടിച്ചതാണ്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞെന്താ അറിയും? മക്കളെ, ചങ്ങാതിമാര് പറയും, എടാ ആണാണെങ്കിൽ കുറച്ചൊക്കെ ഉപയോഗിക്കണം, എടാ ഇതൊന്നും പ്രശ്നമല്ലടാ, വാസനിക്കാതെന്നാ മതി, ബിയർ പ്രശ്നമല്ല, കൂള് പ്രശ്നമല്ല, സ്റ്റിക്കർ പ്രശ്നമല്ല, ചുണ്ടുമ്മ തേക്കണ സാധനം പ്രശ്നമല്ല, എടാ അങ്ങനൊന്നുമില്ലെങ്കിൽ ലൈഫ് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. റസൂൽ എന്താ പറഞ്ഞറിയോ? നമുക്ക് അള്ളയും റസൂലും പറഞ്ഞതാണ് പ്രധാനം. ഈമാൻ. നമ്മൾ ഏതെങ്കിലും ഒരു ലഹരിയെ വലിയായി, സ്റ്റിക്കറായി, പൊടിയായി, സിറിഞ്ചായി, പാനീയമായി ഏതെങ്കിലും ഒരു കല്യാണത്തിന്റെ തലേന്നോ ആഘോഷ ദിവസോ ഇവിടുന്ന് ഗോവയ്ക്ക് പോകുകയാണെന്നോ ഇവിടുന്ന് മൂന്നാർക്ക് പോകുകയാണെന്നോ ഊട്ടിക്ക് പോകുകയാണെന്നോ ഏതെങ്കിലും ചെങ്ങാതിമാരുടെ കൂടെ പോകുമ്പോൾ ഹരം കൊണ്ട് നമ്മളത് ഉപയോഗിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വസ്ത്രം 5 കൊടുക്കകൾ ഊരിയിട്ട് ഈ വസ്ത്രം എത്ര പെട്ടെന്ന് ഊരി മാറ്റാൻ കഴിയുമോ അത്രയും ലളിതമായി അള്ളാഹു തന്ന ഇസ്ലാമിനെ അള്ളാഹ് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ആരറിയോ? മുസ്ലിം പേരുള്ള കാഫിറായ മനുഷ്യനാണ് ലഹരി തൊടുമ്പോഴേക്കും നമ്മുടെ ശരീരമാകുക. പെൺകുട്ടികളോട് ഏതെങ്കിലും സ്കൂളത്തെ പരിപാടിനെന്ന് വലിച്ചോക്കടി, അതൊന്നും കുഴപ്പമില്ല, പുതിയ സിനിമയിൽ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് പെൺകുട്ടിങ്ങനെ വലിക്കുക, റീൽസ് ആക്കുക, ഒരു സംഭവമാക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വെള്ളത്തിന്റെ ബിയറിന്റെ കുപ്പിന്റെ കുറച്ച് ഭാഗം എടുത്തതൊന്നുണ്ടെങ്കിൽ ലൈഫില്ല എന്ന് പറയുമ്പോ ആലോചിക്കുക, നമ്മളത് ചുണ്ടിൽ വെക്കുമ്പോഴേക്കും ഈമാനിന് അള്ളാഹ് കൊണ്ടുപോയി. മുസ്ലിം പേരുള്ള കാഫിറാണ് നിൽക്കുന്നത്. അവിടെ എങ്ങാനും നമ്മൾക്ക് മരണം സംഭവിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദന, മുഖത്തും പിൻഭാഗത്തും ശരീരത്തിലും അതിശക്തമായ അടികൾ കൊണ്ട് ദുനിയാവിനോട് അങ്ങേയറ്റം വേദനയോടുകൂടി കരഞ്ഞ് പരലോകത്തിന്റെ നരകം ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികളായി മാറും. മക്കളോട് പറയാൻ, പ്രിയപ്പെട്ട മക്കളെ, എത്ര അനുഭവങ്ങൾ. സ്വന്തം പിതാവിനെ പട്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്ന +2കാരൻ എന്തിനറിയോ? ചങ്ങാതിമാർ ലഹരിക്ക് ഉപയോഗിച്ചതാണ്. അവന് കിട്ടാതായപ്പം ബാപ്പാനോട് പൈസ ചോദിച്ചതാണ്, തെന്നില്ല ബാപ്പ. അവനെ വളർത്തിയ വാപ്പ, മദ്രസയിലേക്ക് കൈപിടിച്ച് അവനെ കൊണ്ടുപോയ വാപ്പ, ജീവിതത്തിന്റെ കഠിനാധ്വാനം ചെയ്ത് കട്ടപ്പാടും നൊമ്പരവും പട്ടിണിയും സഹിച്ചവനെ വളർത്തിയ വാപ്പാനെ അവന്റെ ചെറിയ ഒരു ലഹരിയുടെ ആഗ്രഹത്തിന് വേണ്ടി പട്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. എങ്ങനെ ഉണ്ടായതറിയോ? ഞാൻ നാളെ മുതൽ ബാപ്പാനെ കൊല്ലും എന്ന് വിചാരിച്ച് തീരുമാനിച്ചോനല്ലവൻ. പിന്നെയോ എനിക്ക് പ്രത്യേകിച്ച് വലി കൊണ്ട് തുടങ്ങിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചോനാണ്. അവസാനം പൊടിയിലും ലഹരിയിലും സിറിഞ്ചിലും എത്തി ബാപ്പവന് വാപ്പല്ലാതായി. തഹജ്ജുദിൽ സുജൂദ് കിടക്കണ ഉമ്മയെ ചരവ കൊണ്ട് സുജൂദിൽ വെച്ചടിച്ചു കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കുട്ടിയെ പത്രത്തിൽ നമ്മൾ വായിച്ചു. കരഞ്ഞു കലങ്ങി അവന് കെട്ടിറങ്ങിയപ്പോഴേക്കും ഞാൻ എന്റെ ഉമ്മാനെ കൊന്നു. അവൻ തന്നാലെ കൊന്നതല്ല, ഉമ്മാനോട് അവന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടാകാത്തോണ്ടല്ല മക്കളെ, ഇഷ്ടമുണ്ടായിരുന്നു.
അവൻ ഉമ്മ ജീവനായിരുന്നു. പക്ഷേ ലഹരി അവന്റെ ജീവിതത്തിൽ ഉമ്മയെ ഉമ്മയല്ലാതെയാക്കി മാറ്റി, ബാപ്പാനെ ബാപ്പയല്ലാതെയാക്കി മാറ്റി, ദീനിനെ ദീനല്ലാതെയാക്കി മാറ്റി, നമ്മളെ നമ്മളല്ലാതെയാക്കി മാറ്റി. സ്വർഗാവകാശിയായി അള്ളാഹു മുസ്ലിമാക്കി പടച്ച നമ്മളെ ശൈത്വാന്റെ പിൻഗാമിയായി നരകാവകാശിയായി ലഹരി മാറ്റി. അതുകൊണ്ട് ഹൈസക്കിൽ പങ്കെടുത്ത എന്റെ നല്ലവരായ കുട്ടികൾ, എന്റെ പ്രിയപ്പെട്ട മക്കൾ, എന്റെ വിദ്യാർത്ഥികൾ, എന്റെ MSMന്റെയും സ്റ്റുഡൻസിന്റെയും മക്കൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇല്ല എന്നെനിക്കറിയാം, ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വെക്കാൻ വേണ്ടി പറയുമ്പം ബാപ്പാന്റെ മുഖോർമ്മ വരണം, ഉമ്മാന്റെ മുഖോർമ്മ വരണം. വാപ്പയെ തച്ചുകൊല്ലുന്ന ഒരു മകനായി, കയ്യാമം വെച്ച് ജയിലുകളിലൂടെ പോകുന്ന ഒരു കുട്ടിയായി ഞാൻ ഉണ്ടാകൂല എന്ന് തീരുമാനിക്കണം. സ്വന്തം ഉമ്മയെ തോന്നിവാസം ചെയ്തതിന്റെ പേരിൽ അങ്ങാടിയിൽ ആളുകൾ കല്ലുകൂട്ടി വെച്ചെറിയുന്ന തോന്നിവാസിയായ മകനും മകളുമായി ഞാൻ മാറില്ല എന്ന് തീരുമാനിക്കണം.